ഈ ശവറക്കും തുറന്നു വെച്ച് വെള്ളം ശരീരത്തിലേക്ക് നിയ്യത്ത് വെച്ച് ഒഴിക്കുമ്പോ ശരീരത്തിന്റെ എല്ലാ ഭാഗവും നനയുന്നത് വരെ മനസ്സിൽ നിയ്യത്ത് വേണോന്ന്. അത് വേണ്ട. ശരീരത്തിന്റെ ആദ്യ ഭാഗത്തോട് നമ്മൾ തല മുതലാണ് സുന്നത്ത്. ശരീരം തല കഴുകലാണ്. ആദ്യം തല കഴുകുക, എന്നിട്ട് വലഭാഗം, എന്നിട്ട് ഇടഭാഗം. അങ്ങനെയാണ്. ഒരാള് പെരുവിരല് മുതലാണ് കഴുകാൻ തുടങ്ങുന്നത് എന്ന് വെക്കുക, അല്ലെങ്കിൽ കൈയിന്റെ വിരല് മുതലാണ് കഴുകാൻ തുടങ്ങുന്നത് എന്ന് വെക്കുക. അതുകൊണ്ട് എന്തില്ല, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, സുന്നത്തിന് നഷ്ടപ്പോലെ. അപ്പൊ ശരീരത്തിന്റെ ആദ്യ ഭാഗത്തിനോട് വെള്ളം ചേരുമ്പോൾ നിയ്യത്തുണ്ടായാൽ മതി. എന്തിന്റെ ആവശ്യമില്ല? ശരീരം ആസകലം, ശരീരം എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തുന്നത് വരെ നിയ്യത്ത് മനസ്സിലുണ്ടായിക്കോന്നില്ല. ആ മസ്അല അങ്ങോട്ട് തിരിയാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു മസ്അല അത് പറയാം. ആ മസ്അല എന്ന് പറയുമ്പോ ആ സംശയം എല്ലാവർക്കും അത് തീരും. ഒരാളുണ്ടാക്കി ആദ്യം വലിയ അശുദ്ധിയെ ഉയർത്തല്ലേ ഞാൻ കരുതീനും വെച്ചിങ്ങാണ്ട് വലത്തെ കൈയിന്റെ മുൻകൈ അത് കഴുകി, മുൻകൈ കഴുകി, അല്ലെങ്കിൽ തല മാത്രം അത് കഴുകി, അല്ലെങ്കിൽ ആദ്യം വലത്തെ കാലൊന്നും അത് കഴുകി. എന്നിട്ട് തുണികുപ്പായം മാറ്റി കോഴിക്കോട്ടേക്ക് അത് പോയി നോക്കുക. നിങ്ങൾ മസ്അല തിരിയാന്നപ്പോ ഞാൻ പറഞ്ഞത്. സാധാരണക്കാർക്ക് അങ്ങനെ അത് പറയുമ്പോൾ സംശയം അത് തീരുമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഓർക്ക് ഇങ്ങനെ എക്കാശക്കായി നിൽക്കും. ഓന്റെ വീട്ടിൽ നിന്ന് എന്താക്കി, ഓൻ വലിയ അശുദ്ധിയെ അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ നിന്നാണ് കുലി നിർബന്ധമായി നോക്കുക. അങ്ങനെയും വരും. അങ്ങനെ എന്താ ഉസ്താദെ പേരെന്നാ ഞാനത് പറയാം. വരുന്ന കോലം ഞാനത് വിശദീകരിച്ച അബൂറയ്യാൻ അങ്ങനെ സംഭവിച്ചിരിക്കണോന്ന് ആദ്യം ചോദിക്കാൻ നിൽക്കാൻ സംഭവിച്ചിട്ടൊന്നുമില്ല. ഭാര്യ വീട്ടിൽ നിന്ന് കുലി നിർബന്ധമായി. അങ്ങനെ എന്ത് ചെയ്തു, സുബൈദ മുന്നേ എന്താക്കി, ഓ കുളിക്കാൻ വേണ്ടി എഴുന്നേറ്റു. ടാങ്കിയിൽ വെള്ളം ഉണ്ടാവുന്നവൻ വിചാരിച്ചത് ഭാര്യ അവനാന്റെ പെരയിലാണെങ്കിൽ ടാങ്കിയിൽ വെള്ളമല്ല വിവരക്കാരെയും. ഭാര്യ വീട്ടിൽ രാത്രി 9 മണിക്ക് എത്തി ടാങ്കിയിൽ വെള്ളമൊക്കെ ഉണ്ടാവും ഓൻ വിചാരിച്ച്. ഓണ്ടായി കുലി നിർബന്ധമായി. സുബൈദ മുന്നേ കുളിക്കാൻ വേണ്ടി എഴുന്നേറ്റ് തലയിൽ നെയ്യത്തും വെച്ചിങ്ങാണ്ട് തലേക്ക് വെള്ളം ഒഴിച്ച് തല കഴുകി കഴിഞ്ഞ്. പിന്നെ ടാങ്കിന്ന് വെള്ളം വരുന്നില്ല. ഓൻ ഭാര്യനോട് പറഞ്ഞു ഈ വെള്ളം വരുന്നില്ല. ടാങ്കി പോയി നോക്കുമ്പോ ടാങ്കിത്തെ വെള്ളക്കും പറ്റ കഴിഞ്ഞിരിക്കുന്നു. ടാങ്കിത്തെ വെള്ളം പറ്റ കഴിഞ്ഞിരിക്കുന്നു. കിണറ്റിന് ഇനി അടിക്കാൻ കിണറ്റിന് വെള്ളമില്ല. അങ്ങനെ സംഭവിക്കാം. ഇനി ഈ വീട്ടിൽ വെള്ളം കിട്ടണമെങ്കിൽ ലൈൻ വെള്ളം വരണം. ഇനി ഓനക്ക് ഉണ്ടാക്കി ഓൻ ബൈക്കും വേന് വന്നത്. കുലി നിർബന്ധമായോന്നല്ലേ സുബൈ നിക്കരിക്കണ്ടേ. ഓൻ ബൈക്ക് തല തോർത്തി തല നെയ്യത്ത് വെച്ച് കുളിച്ചു. നെയ്യത്ത് വെച്ച് തല കഴുകിക്കണ്. ഓൻ തല തോർത്തി ബൈക്ക് എടുത്ത് നേരെ 10 കിലോമീറ്റർ അങ്ങേപുറത്താണ് ഓന്റെ ഭാര്യ വീട്, ഓന്റെ സ്വന്തം വീട്. ഓൻ സുബൈ കളാ ആകുന്നതിന്റെ മുമ്പേ ഓന്റെ വീട്ടിൽ പോയി ബാക്കിയും കഴുകി ഓൻ നിക്കരിച്ചു. ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഏത് മസ്അല മനസ്സിലായോ? അപ്പൊ നമ്മള് തെർത്തീബ് മുവാലാത്ത് സുന്നത്താണ്. കുലിയിലാണെങ്കിൽ മുവാലാത്തും തെർത്തീബില്ല. കാരണം തെർത്തീബ് ഒളൂയിലാണ് മുഖം കഴുകിയിട്ട് കൈ കഴുകിയിട്ട് തല തടയാന്നുള്ളത്. അപ്പൊ ഞാൻ ആ സംശയം തീരാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയല്ലോ. അങ്ങനെ ഒരാൾ ചെയ്തു. ഭാര്യ വീട്ടിൽ നിന്ന് തല കഴുകി ബാക്കി ഒതല് ഫുള്ള് ഓന്റെ പെരയെ പോയിട്ടാണ് ബാക്കി കഴുകി പൂർത്തിയാക്കിയത്. ഇനി എന്ത് വേണ്ട, ഭാര്യ വീട്ടിൽ നിന്ന് തല കഴുകി നെയ്യത്ത് വെച്ച് തല കഴുകിയവൻ ശരീരത്തിന്റെ ബാക്കി ഭാഗം ഓന്റെ വീട്ടിൽ പോയിട്ട് കഴുകുമ്പോ നിയ്യത്തിന്റെ ആവശ്യം ഇല്ല. ഇനി ശരീരത്തിന്റെ ബാക്കി കഴുകാത്ത ഭാഗം അല്ലെങ്കിൽ കുലിക്കാത്ത ഭാഗം അങ്ങോട്ട് കുളിച്ചാൽ മതി. അപ്പൊ ആകത്തുക ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം ആകുന്നത് വരെ നിയ്യത്ത് മനസ്സിലുണ്ടായിക്കൊള്ളണം എന്നില്ല. അതിന്റെ ഇടയിൽ വേറൊരു സുഹൃത്ത് എന്റെ നാട്ടിന്റെ അടുത്തുള്ള ആളുമാണ്, നമ്മുടെ ശ്രോതാവുമാണ്.